ഹലോ ഹായ് നികിത റബിലാണ്. അപ്പം ഇന്ന് വാവനെ പതിവ് പോലെ സ്കൂളിലൊക്കെ വിട്ട് വന്നു. അപ്പോൾ കയ്യിൽ ചീസ് ഉണ്ട്, ചീസ് സ്ലൈസ്, മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡും ഉണ്ട് കയ്യിൽ. അപ്പം എന്ത് വിചാരിച്ചു, സാൻഡ്വിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സാൻഡ്വിച്ചൊക്കെ സാധാരണ ഞാൻ പുറത്തൊക്കെ പോയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വീട്ടിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാം. തക്കാളി ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഓണിയൻ ഒരു പകുതി എടുത്ത് അതും ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മയോണൈസ് ഇല്ല, അപ്പം അതുകൊണ്ട് വെളുത്തുള്ളിയും നാരങ്ങാനീര്, പെപ്പർ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാരറ്റും മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതാണ് ഞാൻ സ്റ്റഫായിട്ട് എടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് ഞാൻ ഈ മിക്സിൻ്റെ ചീസ് സ്ലൈസ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. കുറച്ചും കൂടി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ റെഡ് ചില്ലി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൊടുക്കുക. ഇതിന് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ. ഇത് ഞാൻ വെജ് സാൻഡ്വിച്ച് ആയിട്ട് ആണ് ഇപ്പം തൽക്കാലം ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നത്. ഞാനിപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് 4 ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഉണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് അതെല്ലാം നമുക്ക് ഈ 4 ഫില്ല് ചെയ്തിട്ട് ഒന്ന് പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. കാരണം ഈ ഒരു ബ്രെഡ് നമ്മളുടെ സാൻഡ്വിച്ച് ബ്രെഡിനെക്കാട്ടും കുറച്ച് സോഫ്റ്റ് ആണ്. സാൻഡ്വിച്ച് ബ്രെഡ് കുറച്ചും കൂടി ഹാർഡായിരിക്കും, ഇത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ അതൊന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ 4 സാൻഡ്വിച്ച് ആയിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇത് ജസ്റ്റ് ഒരു പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ചൂടാക്കി ഞാനത് കോർണർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിൽ നമുക്ക് കുറച്ചുകൂടി മയോണൈസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇനി എന്തൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾ മാത്രം വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പം ഏട്ടനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക, അതല്ലേ നല്ലത്. ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്ന മറുപടി എനിക്ക് വളരെ സന്തോഷമായിരിക്കും. പക്ഷെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുള്ള് കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കുറച്ചും കൂടി ഒന്ന് സ്പൈസി ആവായിരുന്നു എന്ന് പറഞ്ഞു. പൗഡറൊക്കെ ഇട്ടത് അത്ര കുറവായിപ്പോയി. പിന്നെ ഇന്നത്തത് സാലഡാണ്. സാലഡിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ആപ്പിൾ, കുക്കുംബർ, പൊമഗ്രാനൈറ്റ്, ഇത്രയേ ഉള്ളൂ സാലഡിലേക്ക്. ഡ്രസ്സിങ്ങിന് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. പിഞ്ച് പെപ്പർ പൗഡറും പിഞ്ച് സോൾട്ടും ഇട്ടിട്ടുള്ള സാലഡാണ്. അപ്പം അതും കൂടി ടേസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റബിൽ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ടേക്ക് കെയർ, ബൈ.